എൻ്റെ പേര് ഷൈനി ഫിലിപ്പ്. ഞാൻ കൊല്ലം കുളത്തുപുഴ സ്വദേശിയാണ്. മലങ്കര കത്തോലിക്ക കുളത്തുപുഴ ഇടവകാംഗമാണ്. 2019 ഞാൻ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. ഒരു വട്ടം ഞാൻ സാക്ഷ്യം പറഞ്ഞ് 10ാമത്തെ പുതുക്കലാണ്. ദൈവമാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. എനിക്ക് ആദ്യമായിട്ട് മാതാവ് തന്ന അനുഗ്രഹം ഈ 10ാമത്തെ ഉടമ്പടി പുതുക്കിയതിൽ ആദ്യമായിട്ട് കിട്ടിയത്. ഞാൻ എൻ്റെ വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. പക്ഷേ ആ വസ്തു വിൽപ്പനയ്ക്ക് അച്ഛൻ കാശ് രൂപം പ്രാർത്ഥിച്ച് തന്നു. അത് ആൾക്കാർ വന്നപ്പോൾ വില ഞങ്ങൾ ഉദ്ദേശിച്ച വില കിട്ടാഞ്ഞതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞ, മാതാവേ എനിക്ക് വസ്തു വിൽപ്പന നടന്നില്ലെങ്കിലും എൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നു തരണമേ എന്ന് പറഞ്ഞു. 3 മാസം കൊണ്ട് 8 ലക്ഷം രൂപയുടെ കടം വീട്ടി. അത് ഞങ്ങൾക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു. അത് ഒരിക്കലും ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. എൻ്റെ ജീവിത പങ്കാളി ചിട്ടി പിടിക്കാൻ പോകുമ്പോൾ ഞാൻ കാശ് രൂപം കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അത് വെച്ച് ചിട്ടി പിടിക്കണമെന്ന് പറഞ്ഞു. ആ ഫസ്റ്റ് ചിട്ടി ഞങ്ങൾക്ക് കിട്ടി. അത് 8 ലക്ഷം രൂപയുടെ കടം ഞങ്ങൾക്ക് വീട്ടി. പിന്നെ എൻ്റെ കാലൊരു 10-15 വർഷം കൊണ്ട് ഈ വലത്തെ കാലിനങ്ങ് വെരിക്കോസായിരുന്നു. അത് കഴപ്പും ഞരമ്പ് വീക്കമായിരുന്നു. അതെനിക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥകളായിരുന്നു. ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശിയതിൻ്റെ ഫലമായി ഒരു 10 ദിവസം കൊണ്ട് എനിക്ക് കാലിൻ്റെ കഴപ്പ് ഇന്ന് വരെ 2 വർഷത്തോളമായി എനിക്ക് ഇതുവരെയും അത് വന്നിട്ടില്ല. പിന്നെ എൻ്റെ മൂത്ത മകൻ UK-ലാണ്. മകന് ജോലി കിട്ടിയ കാര്യം മോൻ പറയും. എൻ്റെ പേര് സാജൻ. ഞാൻ കുളത്തൂപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് UK-ലാണ്. അപ്പോൾ ഞാൻ UK-ലേക്ക് പോയിട്ട് ഇപ്പം ഏകദേശം 3.5 കൊല്ലമായി. അപ്പോൾ ആദ്യമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഹെൽത്ത് കെയർ ഫീൽഡിലാണ്. അപ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ജോലിയില്ല, ടെമ്പററി ജോലിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരു കമ്പനിയിലേക്ക് കയറാൻ വളരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലവും ആ കമ്പനിയുമായിട്ട് അറൗണ്ട് ഇവിടുത്തെ ഒരു 600-650 കിലോമീറ്റർ ഉണ്ടാവും ദൂരം. അപ്പോൾ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു 3-4 പേർക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടി. അപ്പോഴൊക്കെ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്കും ആ ഒരു കമ്പനിയിൽ കയറാൻ പറ്റണേന്ന്. പക്ഷെ എന്തോ നമുക്ക് പോയി അവിടെ ചെന്ന് അവരെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഇമെയിൽ വഴി അവർക്ക് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇമെയിൽ അയക്കുമ്പോഴൊക്കെ എനിക്കത് വേക്കൻസി ഇല്ല, റിജക്റ്റ് ആവുക, അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് മാറി ഈ കമ്പനി എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടത്തേക്ക് മൂവ് ചെയ്തു. എന്നിട്ടൊരിക്കൽ ഇൻ്റർവ്യൂവിന് കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞത് അവർക്ക് ഒരുപാട് സ്റ്റാഫുണ്ട്, അതുകൊണ്ട് ഇപ്പം നിലവിൽ അവരാളെ എടുക്കുന്നില്ല, പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ മമ്മിയോട് ഈ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. മമ്മി ഇതേപോലെ എനിക്ക് കിട്ടിയില്ല. മമ്മി പറയും, മക്കളെ വിഷമിക്കണ്ട, മാതാവ് കൂടെയുണ്ട്, എല്ലാ കാര്യങ്ങളും നടത്തിക്കോളൂ എന്ന് പറയും. അപ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ വന്നു. അപ്പോൾ മമ്മി അവൻ്റെ കയ്യിൽ കാശ് രൂപവും എണ്ണയും ഉപ്പും എല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരിക്കൽ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് കിട്ടുമോ ഇല്ലയോ എന്നൊരു ഇതില്ല, എന്നാൽ പോലും എൻ്റെ മനസ്സിൽ തോന്നി ഒന്ന് നേരിട്ട് ചെന്ന് നോക്കാമെന്ന് തോന്നി ആ കമ്പനിയിലേക്ക് ഡയറക്റ്റ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപ എടുത്ത് വെച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് എനിക്കൊരു കോൾ വന്നു. ഇതുപോലെ ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്തത് അവരിപ്പോഴാണ് അത് എടുത്ത് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ടോ സംസാരിക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു, വണ്ടി നിർത്തി. അപ്പോൾ ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരുന്നു, ഞാൻ ഈ പോകുന്ന കമ്പനിയിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ 10 മിനിറ്റിൽ അവർ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്ന് ഫ്രീ ആണോ, ഡയറക്റ്റ് കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ജോലി കിട്ടുമോ എന്ന് പോലും അറിയാണ്ട് കമ്പനിയിലേക്ക് പോകുന്ന വഴിയിലാണ് എനിക്ക് നടക്കുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ മാനേജർ പുറത്ത് നിൽക്കുക. മാനേജറല്ല, മാതാവ് നിൽക്കുന്ന പോലെ തോന്നിയത്. അങ്ങനെ എന്നെ അകത്ത് കൊണ്ടുപോയി ഇൻ്റർവ്യൂവിന് ഓക്കെ ആണോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ ഫോണിൽ നമ്മൾ ഓൾറെഡി എല്ലാം BRP, അതായത് അവിടുത്തെ വിസയും കാര്യങ്ങളൊക്കെ ഫോണിലുണ്ട്. അപ്പോൾ അതെല്ലാം അയച്ചു കൊടുത്ത് ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കുക. ഇൻ്റർവ്യൂ കൊണ്ടൊരു 1/2 മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ചോദിച്ച എല്ലാ ചോദ്യങ്ങളും കൃത്യമായി ഉത്തരം പറയാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ചോദിച്ചു, എനിക്ക് ജോലി കിട്ടിയോ എന്ന് ചോദിച്ചു. നോർമലി അങ്ങനെ ചോദിക്കാൻ പാടില്ല, എന്തോ എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നിന്നെ ഇവിടെ ജോലിക്ക് എടുക്കാനെന്ന് മാനേജർ അപ്പം തന്നെ പറയുകയും എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്തു. അപ്പം ഈ ഈ കടബാധ്യതകൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറി ദൈവം സഹായിച്ച് എനിക്ക് നാട്ടിൽ വരാനും അന്നേരം മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം എന്നുള്ളതെല്ലാം. അപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് ഇവിടെ വരാനും ഇന്നിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിന്ന് സാക്ഷ്യം പറയുവാനും സാധിച്ചതിൽ മാതാവിനോട് 1000 നന്ദി പറയുന്നു. എനിക്ക് 3 മക്കളാണ്. മൂത്തമൻ BTech കഴിഞ്ഞ് MTech എടുക്കാൻ UK പോയി എടുത്ത് ജോലി ലഭിച്ചു. 2ാമത്തെ മകൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു.
മൂന്നാമത്തെ മകൻ ഇപ്പോൾ ഡിഗ്രിക്കാണ്. മൂന്നാമത്തെ മകന് ഞാൻ എന്നും ഒരു നിയോഗം വെക്കും. 10ാം ക്ലാസ് തൊട്ടേ വെക്കും എൻ്റെ മോന് പരീക്ഷ വിജയം. കാശ് രൂപം കൊണ്ടാണ് അവൻ പോകുന്നത്. പരീക്ഷ സമയത്തും കാശ് രൂപം എടുത്ത് കൃപ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലി പരീക്ഷ എഴുതും. പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാലും മാതാവിന് നന്ദി പറഞ്ഞ് ഒന്നുകൂടെ കൃപ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലി ഇതുവരെ അവന് ഉന്നത വിജയം തന്ന് മാതാവ് അനുഗ്രഹിച്ച്. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ പത്രം മേടിച്ച് എല്ലാ അന്യമതസ്ഥർക്കും എല്ലാ വീടുകളിലും പള്ളികളിലും ഒക്കെ കൊടുക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അയലോക്കത്തുള്ള ഒരു കൊച്ചെനിക്ക് ഇവിടെ പൈസ നേർച്ച തന്നുവിട്ട് അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി മാതാവ് കൊടുത്ത്. പിന്നെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായനയും ജപമാല ചൊല്ലും എല്ലാം ചെയ്യും. പിന്നെ ഉപവാസം എടുക്കും. 50 നോയമ്പിൽ 50 ദിവസത്തെ ഉപവാസം, ഞാൻ ഒരു നേരത്തെ ഉപവാസം എടുത്ത് എല്ലാത്തിനും എനിക്ക് ശക്തിയും ബലവും മാതാവ് തന്നു. എന്ത് വന്നാലും ആത്മബലം എനിക്കുണ്ട്. പതറി പോകാൻ എനിക്ക് മറ്റേലൊരു തെകളയെടുപ്പും വെപ്രാളമൊക്കെ ആയിരുന്നു. അതെല്ലാം മാറി എന്ത് വന്നാലും നേരിടാൻ അപ്പനും മക്കൾക്കും ഒക്കെ ധൈര്യം കൊടുക്കുന്നതെല്ലാം ഞാൻ. എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും കോടാനുകോടി നന്ദി സ്തോത്രം അർപ്പിക്കും. കാരുണ്യ പ്രവർത്തനം ഞാൻ പിന്നെ രോഗികളെ സന്ദർശിക്കും. വിശ്വാസ പ്രമാണം ചെയ്ത് തൈലം അവരുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം പൈസ ആയാലും ഏത് വിധത്തിലായാലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നവർക്കും അല്ലാതെയും കഷ്ടപ്പെടുന്നവർക്കൊക്കെ കുടുംബപരമായി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കുർബാനയും കുമ്പസാരവും ഉണ്ട്. എല്ലാ ആഴ്ചയിലും കുർബാന, എല്ലാ ദിവസവും പോലെ ഇടവസം വന്നാലും വെള്ളിയാഴ്ച 2-3 ദിവസങ്ങളിൽ ഇപ്പോൾ കുർബാനയ്ക്ക് പോകും. 10-15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. സങ്കീർത്തനം 34-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഷൈനി ഫിലിപ്പിൻ്റെ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു. തൻ്റെ വലിയൊരു സങ്കട സമയത്താണ് പരിശുദ്ധ അമ്മയിലേക്ക് ഓടി വരുന്നത്, ഉടമ്പടി എടുക്കുന്നത്. തൻ്റെ ജീവിത കാലഘട്ടത്തിലെ ഒരു വലിയ സങ്കടമായിരുന്നു. തനിക്ക് 8 ലക്ഷം രൂപയുടെ ഒരു വലിയ കടം. അത് വളരെ ഒരു തരത്തിലും പെട്ടെന്ന് അടച്ചു വീട്ടുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കറിയാം, കടം മേടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സങ്കടങ്ങളാണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും അവർക്ക് ഉത്തരം നൽകാനും. നമ്മുടെ ജീവിത ഭാരങ്ങളുമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കടം എന്നാൽ എന്താണെന്ന്. ഈ അമ്മ ആ കടക്കാരോടെല്ലാം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ അമ്മയോട് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. ഉടമ്പടിയെടുത്ത് വളരെ 3 മാസത്തിനുള്ളിൽ തന്നെ തൻ്റെ കടഭാരങ്ങളെല്ലാം നീങ്ങി. 3 മാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ തനിക്ക് മംഗളവാർത്ത ലഭിച്ചതിന് ശേഷം എലീശോയെ കാണാനായി ശുശ്രൂഷിക്കാനായി ഓടിച്ചെല്ലുന്ന ഒരു വലിയ കാലഘട്ടമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് 3 മാസം തൻ്റെ ആൻറ്റിയായ എലിസബത്തിനെ ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്ന കാലഘട്ടമാണ് നമ്മുടെ ഉടമ്പടി കാലഘട്ടം. ആ 3 മാസം സമയമാണ് പരിശുദ്ധ അമ്മ. ആ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സേവനത്തിൻ്റെ കാലഘട്ടമാണ് ഡെയ്സി ഫിലിപ്പിന് കൊടുത്തത് ആ കടഭാരം നീങ്ങാനായി. നമുക്കൊരു നിബന്ധത, ഉടമ്പടി നിബന്ധനകൾ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെയാണ് അമ്മയുടെയും ഈശോയുടെയും ഇടപെടലും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, 10 കുഷ്ഠരോഗികളെ ഈശോ സൗഖ്യപ്പെടുത്തിയതിന് ശേഷം അവരെല്ലാം നീങ്ങിപ്പോയി. ഒരു കുഷ്ഠരോഗി മാത്രം സൗഖ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ ചോദിച്ചു, മറ്റ് 9 പേർ എവിടെ? 10 പേർക്കാണല്ലോ സൗഖ്യം കിട്ടിയത്. നമ്മൾ പലരും സാക്ഷ്യപ്പെടുത്താനായി വളരെ മടിക്കുകയും അത് സൗഖ്യം അല്ലെങ്കിൽ സാക്ഷ്യം നേടിക്കഴിയുമ്പോൾ, അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ അതിനെല്ലാം ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ഉത്തരം പോലെയാണ് പലരും അങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതെൻ്റെ കഴിവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കാം എന്നൊക്കെയുള്ള ചെറിയ കൺഫ്യൂഷനിലേക്ക് ചില സാക്ഷ്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എനിക്ക് അനുഗ്രഹം ലഭിച്ചത് പരിശുദ്ധാമ്മയിൽ നിന്ന് തന്നെയാണോ എന്ന് വളരെ കൃത്യമായി നാം ചിന്തിച്ചതിന് ശേഷം മാത്രമേ അൾത്താരയിലേക്ക് കയറി വരാവൂ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അത് നമ്മുടെ ഒരു വലിയ നിബന്ധന കൂടിയാണ്. തനിക്കും തൻ്റെ കുടുംബത്തിനും അത് ബോധ്യമുണ്ടായിരിക്കണം. താൻ അൾത്താരയിലേക്ക് കയറാനും ഇത് സാക്ഷ്യമാണോ, ഇത് ജീവിത സാക്ഷ്യമാണോ, പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നതാണോ എന്ന് വളരെ കൃത്യമായി നാം ഓർത്തിരിക്കേണ്ടത് നല്ല കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു.
അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു മകന് ഒരു നല്ല ജോലി ലഭിക്കണമെന്ന്. തൻ്റെ മൂത്ത മകൻ ടെമ്പററി ജോലിയിലായിരുന്നു. അവിടെ നിന്ന് മകൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു നല്ല ജോലി തരണമേ. പരിശുദ്ധ അമ്മ ഇടപെടുന്ന ആ വഴികൾ വളരെ വ്യത്യസ്തമാണ്. തൻ്റെ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല. അദ്ദേഹം പറയുന്നു, എനിക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല, കാരണം വളരെ അത് അവർക്കെപ്പോഴും ആവശ്യത്തിനുള്ള എംപ്ലോയീസ് ഉള്ള സ്ഥലമാണ്. അതൊരു ഫോൺ കോണ്ടാക്റ്റിലൂടെ തങ്ങളുടെ അമ്മ ഉടമ്പടിയിലായിരുന്നപ്പോൾ മകന് വേണ്ടി അകലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ അമ്മയുടെ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ ആ മൂത്ത മകന് സാധിച്ചു കൊടുക്കുകയാണ്. വെറുമൊരു ഫോൺ കോണ്ടാക്റ്റിലൂടെ മാനേജർ പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു വലിയ ജോലി, കയ്യിൽ ജോലിയുമായി കാത്തു നിൽക്കുന്ന ഒരു മാനേജറെയാണ്. അദ്ദേഹം പറയുന്നു, അത് പരിശുദ്ധ അമ്മയാണ് ആ ജോലി എനിക്ക് നൽകിയത്. ആ മാനേജർ അമ്മയായിരുന്നു, പരിശുദ്ധ അമ്മയായിരുന്നു എന്ന് പറയുന്നു. പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്നുണ്ട്, മകനെ, ഇവർക്ക് വീഞ്ഞില്ല. ഒരു വീഞ്ഞിൻ്റെ ലഹരി കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ ലഹരിയിലേക്ക് ഇന്ന് നമ്മുടെ ലോകം മറ്റു ലഹരികളിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്ന് സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു ലഹരിയിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഈ മകൻ ആ ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ലഹരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ. അദ്ദേഹം ആഗ്രഹിച്ച ആ സമയം തന്നെ നല്ലൊരു ജോലി നൽകി, ഒരു പെർമനൻറ്റ് ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഒരു ടെലിഫോൺ ഇൻ്റർവ്യൂവിലൂടെ വലിയ അനുഗ്രഹം തനിക്ക് ലഭിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും എല്ലാം പിന്നിൽ ക്രമമായി പ്രവർത്തിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. കാരണം പരിശുദ്ധ അമ്മ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ജോസഫ് അച്ഛൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇതൊരു 2 പേർ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. ഇതൊരു ആർക്കും ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ്. ഏത് തരത്തിലുള്ള വ്യക്തികളായാലും ഈ ഉടമ്പടി പാലിക്കുന്നതിൽ യാതൊരു ബാധ്യതയുമില്ല. ഞാനും ദൈവവും തമ്മിലുള്ള പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതൊരു സംജാവതയാണ്. ഞാനും ദൈവവും തമ്മിൽ. പക്ഷേ ദൈവം വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ ദൈവം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ വിശ്വസ്തരാണോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ കുമ്പസാരിക്കാൻ നീണ്ടുപോകുന്നു. കുമ്പസാരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ അനുതാപ പ്രവർത്തികൾ നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ കടം, ഞാനും ദൈവവുമായുള്ള ബന്ധത്തെ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ദൈവം നമ്മോട് നിയതി ചെയ്തില്ലല്ലോ. നമുക്കറിയാം, അബ്രാഹവുമായുള്ള ഉടമ്പടിയിൽ വളരെ പെട്ടെന്ന് ലഭിക്കാമായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ കുഞ്ഞിനെ ലഭിക്കുന്ന അനുഗ്രഹം നീണ്ടുപോയത് അവർ ഉടമ്പടിയിൽ അദ്ദേഹം അല്പം ലാഗ് ചെയ്തു വന്നു. ഉടമ്പടി എന്ന് ലാഗ് ചെയ്യുന്നുവോ അതൊരു കാരണമാണ്. പ്ലസ് ഒരു പക്ഷേ മാതാവ് മൗനമാകുന്ന സമയത്തും വലിയൊരു അനുഗ്രഹം തരാനും അതിന് സാധ്യതകളുണ്ട്. എപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് നാം മനസ്സിലാക്കുന്നു. ഡെയ്സി സിറിയക്കിനെ കുടുംബത്തിന് നൽകിയ വലിയ അനുഗ്രഹത്തിനായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് വലിയൊരു കൈയടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.